അപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരാണല്ലേ. ഇപ്പോൾ റീൽസ് ഷെയർ ചെയ്യാനാണെങ്കിലും മെസ്സേജ് അയക്കാനാണെങ്കിലും ഒക്കെ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയാസ് നമ്മളെല്ലാവരും ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നേരിട്ടല്ലാതെ ഇൻ്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്നതിനെയാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ടും 4 പാർട്ടീസ് ആണുള്ളത്. ഒരു സെൻഡർ, റിസീവർ, മെസ്സേജ് ആൻഡ് എ മീഡിയം. അപ്പോൾ ആദ്യം എന്താണ് മെസ്സേജ്? മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കോണ്ടന്റ് ആണോ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടാവും. ആ ഡിവൈസിനെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. അത് മേ ബി നമ്മുടെ മൊബൈൽ ഫോൺ ആവാം, നമ്മുടെ ലാപ്ടോപ്പ് ആവാം, എന്തോ ആവാം. അതുപോലെ തന്നെ ഈ സെൻഡർ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നടത്തുന്നുണ്ടാവും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻ, വൈഫൈ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കേബിൾ കണക്ഷൻ ആവാം. ഇതിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. ഇനി ഈ മീഡിയത്തിലൂടെ സെൻഡർ അയച്ച മെസ്സേജ് ഒരിടത്ത് ചെന്ന് റിസീവ് ആവേണ്ടേ. ആ റിസീവ് ആവുന്ന ഡിവൈസിനെയാണ് നമ്മൾ റിസീവർ എന്ന് പറയുക. അപ്പോൾ എന്താണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ, ഇന്നതാണെന്നറിയാതെ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലേ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇനിയും ഇതുപോലത്തെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.